കൊലപാതക രാഷ്ട്രീയം CPM-ന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയും CPM നേതാവുമായ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊന്നതാണെന്ന് CPM-കാർ തന്നെ പറയുന്നുണ്ടെന്നും മരണത്തിൽ പുനരന്വേഷണം നടത്തണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. TP കേസ് പ്രതി കുഞ്ഞനന്ദൻ തനിക്കറിയാവുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പാർട്ടി യോഗത്തിൽ പറഞ്ഞ ശേഷമാണ് മരിക്കുന്നത്. വിഷമുള്ളിൽ ചെന്നാണ് കുഞ്ഞനന്ദൻ മരിച്ചതെന്ന് CPM-കാർ തന്നെ പറയുന്നുണ്ട്. കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പുനരന്വേഷണം നടത്തണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. കൊലപാതകത്തിൽ പങ്കെടുക്കുന്ന CPM-ന്റെ ആളുകളെയൊക്കെ CPM നേതാക്കൾക്ക് ഭയമാണ്. ആ ഭയത്തിൽ നിന്ന് അതിൻ്റെ ഒരു പതിപ്പായിരുന്നു കുഞ്ഞനന്ദന്റെ മരണമെന്നാണ് ഇപ്പോൾ നാട്ടിലെ CPM-കാർ തന്നെ പറയുന്നത്. ഏതോ ഒരു പാർട്ടി യോഗത്തിൽ ഞാൻ എല്ലാം വിളിച്ചു പറയും എന്ന് കുഞ്ഞനന്ദൻ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് കുഞ്ഞനന്ദന് ഈ വിഷാംശം ചെന്നതും കുഞ്ഞനന്ദൻ മരിച്ചതും. അതുകൊണ്ട് അതിൻ്റെ പിറകിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നു എന്നതുകൊണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ആ കാര്യത്തെക്കുറിച്ച് ഒരു തവണ അന്വേഷിക്കണം എന്നതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്ത് വൃത്തികേടും കാണിക്കാൻ മനസ്സുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് CPM. വടക്കൻ മലബാറിൽ CPM-ന്റേത് അക്രമ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ കൊലപാതകം നടത്തും. അതുകൊണ്ട് തന്നെ കൊയിലാണ്ടിയിലെ CPM പ്രവർത്തകന്റെ കൊലപാതകത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എക്കാലത്തും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ള പാർട്ടിയാണ് CPM. അതാണ് അവരുടെ പാരമ്പര്യം. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഒരു കൊലപാതകം നടത്തി ശ്രദ്ധ തിരിച്ചുവിടുന്ന ഒരു രാഷ്ട്രീയ ശൈലിയുടെ ഉടമസ്ഥത CPM-നുണ്ട് എന്നത് അനുഭവത്തിലൂടെ അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ജനം, ആലപ്പുഴ.